എടാ ദിസ് ഇസ് ഇതിൻ. എടാ കുറച്ചധികം ലേറ്റായി പോയി, എന്നിരുന്നാലും അവസാനം ഒബ്സഷൻ കണ്ടു. ഇതിനി ഇത്രയും ഡിലേ ആയതുകൊണ്ട് തന്നെ ഇനി OTTയിൽ കാണാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് തിയേറ്ററിൽ പോകാനൊരു ചാൻസ് കിട്ടിയതുകൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചില്ല. പടം ഭയങ്കര കിടിലമാണ് എന്ന് ഞാൻ പറയണില്ല. ഇതൊരു ഡീസൻറ്റ് വാച്ചിന് മേലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ പടം പറയണത് എന്തെന്ന് വെച്ചാൽ ലൈക്ക് ഓൾറെഡി ഒരു ചാൻസ് കിട്ടി. അതെന്ത് ചാൻസ് ആണെന്നൊക്കെ പടം കണ്ടവർക്കറിയാം. ഓൾറെഡി ഒരു ചാൻസ് കിട്ടി, അതിനെ തൊലച്ചിട്ട് ഇല്ലാത്ത ഒരു ചാൻസിനെ ഉണ്ടാക്കി. അത് കാരണം 8ൻ്റെ പണി കിട്ടിയ ഒരു നായകൻ്റെ ഒരു കഥയാണ് ഈ പടം പറഞ്ഞ് പോണത്. ഈ പടം ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. സോ അതുകൊണ്ട് ഈ നണ്ണിലെ വാലാക്ക് വരും പോലെ ജംസ്കെയർ കാര്യങ്ങൾ അതൊന്നും പ്രതീക്ഷിക്കരുത്. ഇനിയും പടം കാണാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊരു സൈക്കോളജിക്കൽ ഹൊറർ പരിപാടിയാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് ഈ പടം എടുക്കണം. ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. അങ്ങനെ പടം ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ പോയത്. ഇതിൻ്റെ ട്രെയിലർ പോലും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പോയി കണ്ടു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്കിത് വർക്കായി. എറൗണ്ട് 1 മണിക്കൂർ 50 മിനിറ്റ് എന്തോ ആണ് ഈ പടത്തിൻ്റെ ഒരു ഡ്യൂറേഷൻ പറഞ്ഞത്. ലൈക്ക് കൊള്ളാം എന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവേ സ്ലോ പേസ് പടങ്ങളുടെ ആളല്ല. പക്ഷേ എന്നിരുന്നാലും എനിക്കിത് നല്ല രീതിയിൽ വർക്കായി. ഇതിൽ നായകൻ്റെ അവസ്ഥകൾ കാണുമ്പോൾ അറ്റ് ദ സെയിം ടൈം സഹതാപവും തോന്നും, എന്നാൽ ചിരിയും വരും. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ ഇരുന്ന ഓഡിയൻസിനെല്ലാം അത് തന്നെയായിരുന്നു അവസ്ഥ. അങ്ങനെ പടം തുടങ്ങി, എല്ലാം നല്ല രീതിയിൽ പോകുന്നു. എല്ലാവരുടെയും പെർഫോമൻസ് നല്ല രീതിയിലൊക്കെ കൊള്ളാം. അങ്ങനെ ഇരിക്കുമ്പം നായികയെ കാണിക്കുന്നു. ഒരു പോയിന്റ് വരെ ഓക്കെ, ലൈക്ക് ഷീ സ്കൂൾ എന്നുള്ള രീതിയിൽ നിന്നിട്ട് പിന്നീട് അങ്ങോട്ടൊരു കുറച്ച് മാറ്റങ്ങൾ പരിപാടിയുണ്ട്. കിടിലം പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് എനിക്കതിന് പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ ലൈക്ക് നല്ലൊരു കയ്യടി പുള്ളിക്കാരി അർഹിക്കുന്നുണ്ട്, തുടക്കം തൊട്ട് ഒടുക്കം വരെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടുത്തെ പടങ്ങൾ പോലെയല്ല. ഇപ്പോൾ ഹോളിവുഡ് പടത്തിനെന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ലിൽ തിയേറ്ററുകാരാണ് വെട്ടണത്. ഇവിടെ ആ തിയേറ്ററുകാർ വെട്ടിയ ആ ഒരു ഇൻ്റർവെൽ പോർഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആണ്. അത് പടം കണ്ടവർക്ക് അത് മനസ്സിലാവും. ആ സമയത്തൊക്കെ ഉള്ള അവരുടെ ഒരു എക്സ്പ്രഷൻ, എൻ്റെ അമ്മ എന്തോന്നത് ഇങ്ങനെയൊക്കെ ശരിക്കും സംഭവിച്ചാൽ അവൻ മറ്റേ ടോം ആൻഡ് ജെറിയിൽ ഒരു ഷോട്ടുണ്ട്, മറ്റേ കുഴി കുഴിച്ച് ടോം മണ്ണ് മൂടിയും കിടക്കണം, അങ്ങനെ കിടന്നോണം, ചത്തോണം, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പരിപാടിയാണ്. അതാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നായകൻ്റെ അവസ്ഥ കാണുമ്പോൾ സഹതാപവും വരും, എന്നാൽ ചിരിയും വരും. വിളിച്ച് വരുത്തിയതല്ലേ, വഴിയെ പോയ വയ്യാവലിയായിരുന്നല്ലോ. അതുമാത്രമല്ല, ഈ പടം എഴുതിയത് ഡയറക്ഷൻ ചെയ്തത് ഇതിൻ്റെ എഡിറ്റ് എല്ലാം എന്ന് പറയുന്നത് ഒരു യൂട്യൂബറാണ്. പുള്ളിക്കാരൻ ഞാൻ വിക്കിപീഡിയയും ഗൂഗിളും ഒക്കെ നോക്കിയപ്പം 7 കോടിക്ക് മേലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ഡോളർ. സോ അങ്ങനെ അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ഏകദേശം 2000 കോടിക്ക് പുറത്ത് വാരി എന്നാണ് പറയുന്നത്. അത് ചില്ലറ കാര്യമൊന്നുമല്ല, കയ്യടി അർഹിക്കുന്നുണ്ട്. സോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എനിക്കെന്തായാലും നല്ല രീതിയിൽ ഇത് പടം വർക്കായിട്ടുണ്ട്. അത് മാത്രമല്ല, വേറൊരു കേസ് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിൽ എത്ര 38 to 40 സെക്കൻഡ്സ് ഈ പടം കുറച്ച് സീൻസ് ഇതിനകത്ത് കട്ട് ചെയ്തിട്ടുണ്ട് CBFC-കാർ. എൻ്റെ ചോദ്യം അതല്ല, ഓൾറെഡി ഈ പടം എയറേറ്റഡ് ആണ്, പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ഇതൊക്കെ കട്ട് ചെയ്ത് കളയുന്നു എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കൊന്ന് ഓപ്പൺഹൈമറിൽ എന്തോ ആണെന്ന് തോന്നുന്നു, ന്യൂഡ് കാണിച്ചിങ്ങനെ ചേച്ചിയെ പിടിച്ച് തുണിയടിപ്പിച്ച് വിട്ട ടീംസ് അല്ലേ. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ അപ്പുറം, ഐ നോ ഇറ്റ്സ് OTT, പക്ഷേ എന്നിരുന്നാൽ പോലും ബോയ്സിൽ വരെ ഇതിൻ്റെ അപ്പുറം വയലൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ്? അത് മാത്രമല്ല, 2 സീൻസ് എന്തോ ആണെന്ന് തോന്നുന്നു ഇങ്ങനെ കട്ട് ചെയ്തത്. അതിൽ ഒരു സീൻസ് മൊത്തത്തിൽ റിമൂവ് ആയെന്ന് തോന്നുന്നു, അതെനിക്കറിയത്തില്ല. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കാറിലെ പരിപാടിയാണ്. അത് ഇപ്പം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് എന്ന് വെച്ചാൽ ഭയങ്കര വൃത്തികേടായിട്ടുണ്ട്. ഒരു ജം കട്ട് അടിച്ച് വിട്ടതുപോലെയാണ് ഇരിക്കുന്നത്. എന്തിനായിരുന്നു അതൊക്കെ? നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. സോ ഇതൊക്കെയാണ് എനിക്ക് പടത്തിനെ പറ്റി പറയാനുള്ളത്. അപ്പം എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, ഇല്ലായിരിക്കാം. സോ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെ ഒപ്പീനിയൻ പറയുക. സോ അതേപോലെ തന്നെ ഈ ഒരു ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ വളരെ ഉപകാരം. അപ്പോൾ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് ഒബ്സഷൻ.